ഓരോ മണിക്കൂറുകൾ പിന്നിടുമ്പോഴും പുതിയ സംഘർഷങ്ങൾക്ക് വഴി തുറക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഈ വർഷം ആദ്യം വെനസ്വേലയിൽ തുടങ്ങി ഇപ്പോഴിതാ കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ക്യൂബയെ ട്രംപ് ലക്ഷ്യം വെക്കുന്നുവെന്ന ശക്തമായ അഭ്യൂഹങ്ങൾ ഉടലെടുത്തിരിക്കുന്നു. ശത്രുരാജ്യങ്ങളുടെ ഡ്രോണുകളെ തുരത്താൻ ഇന്ത്യയുടെ വജ്രായുധത്തെ അവതരിപ്പിച്ചതും പോയ വാരമാണ്. ഫുക്കുഷിമ നൽകിയ പാഠം മറക്കാൻ ജപ്പാൻ മുതിരുകയാണോ? സ്വാഗതം പോയ വാരത്തെ ലോകക്കാഴ്ചകളിലേക്ക്, ഭൂലോകത്തിലേക്ക്. ലോകമെമ്പാടും ഡ്രോൺ യുദ്ധം പുതിയ സുരക്ഷാ വെല്ലുവിളിയായി മാറുന്ന സാഹചര്യത്തിൽ പ്രതിരോധ രംഗത്ത് സുപ്രധാന ചുവടുവയ്പ് നടത്തിയിരിക്കുകയാണ് ഇന്ത്യ. തദ്ദേശമായി വികസിപ്പിച്ച കൗണ്ടർ ഡ്രോൺ സംവിധാനമായ ഭാർഗവാസ്ത്ര ലോകത്തിനു മുമ്പിൽ ഇന്ത്യ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഒരേ സമയം 64 മൈക്രോ മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിയുന്ന ഈ സംവിധാനം ഡ്രോണുകളുടെ കൂട്ടത്തെ നിമിഷങ്ങൾക്കുള്ളിൽ നിർവീര്യമാക്കും. മാത്രമല്ല, ഇത്രയും ശക്തമായ ഒരു തദ്ദേശീയ പ്ലാറ്റ്ഫോം കൈവശമുള്ള ഏക രാജ്യമായും ഇന്ത്യ മാറിക്കഴിഞ്ഞു. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ പ്രവർത്തിക്കുന്ന സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ലിമിറ്റഡ് വികസിപ്പിച്ചെടുത്ത ഭാർഗവാസ്ത്ര ആധുനിക യുദ്ധഭൂമിയിൽ വർദ്ധിച്ചുവരുന്ന ഡ്രോൺ ആക്രമണങ്ങൾ നേരിടാൻ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത സംവിധാനമാണ്. ശത്രുവിന്റെ ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കുന്ന ഹ്രസ്വദൂര മിസൈൽ സംവിധാനമാണ് ഭാർഗവാസ്ത്ര. ഡ്രോൺ ആക്രമണം പ്രധാന യുദ്ധതന്ത്രമാകുന്ന മാറിയ കാലത്ത് രാജ്യത്തിന്റെ പുതിയ തുറുപ്പുചീട്ട്. ഇന്ത്യയെ ലക്ഷ്യം വെച്ച് വരുന്ന ഏതൊരു ഡ്രോണിനെയും ഭാർഗവാസ്ത്ര നിമിഷങ്ങൾക്കകം നിർവീര്യമാക്കും. 2.5 കിലോമീറ്റർ വരെ ദൂരപരിധിയിലുള്ള ലക്ഷ്യം കണ്ടെത്തി നശിപ്പിക്കും. 6 മുതൽ 10 കിലോമീറ്റർ ദൂരത്തിലുള്ള ഡ്രോണുകളെ റഡാർ ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യും. അങ്ങനെ ട്രാക്ക് ചെയ്യുന്ന ഡ്രോണുകളാണ് 2.5 കിലോമീറ്റർ അകലെ വെച്ച് ഛിന്ന ഭിന്നമാക്കുക. ടയർ പ്രതിരോധ സംവിധാനത്തിലാണ് ഭാർഗവാസ്ത്ര പ്രവർത്തിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഗൈഡഡ് റോക്കറ്റുകൾ ഉപയോഗിച്ച് അടുത്തെത്തുന്ന ഡ്രോൺ കൂട്ടങ്ങളെ തടയുകയും ചിതറിക്കുകയും ചെയ്യുന്നു. അതിനു പിന്നാലെ രണ്ടാം ഘട്ടത്തിൽ അത്യന്തം കൃത്യതയുള്ള ഗൈഡഡ് മൈക്രോ മിസൈലുകൾ ഉപയോഗിച്ച് ലക്ഷ്യങ്ങളെ പൂർണ്ണമായും നശിപ്പിക്കുന്നു. ഈ മൾട്ടി ലെയേർഡ് സമീപനം ഒരേ സമയം നിരവധി ദിശകളിൽ നിന്നുള്ള ആക്രമണങ്ങളെ നേരിടാൻ സംവിധാനത്തെ സജ്ജമാക്കുന്നു. ചെലവ് കുറഞ്ഞതും എന്നാൽ കനത്ത പ്രഹരശേഷിയുള്ളതുമായ മിസൈൽ സംവിധാനമാണിത്. ഏത് തരത്തിലുള്ള ഭൂപ്രദേശത്തും സമുദ്രനിരപ്പിൽ നിന്ന് 5000 മീറ്റർ ഉയരത്തിൽ വരെ തടസ്സമില്ലാതെ തൊടുത്തുവിടാം. ഇനി ഒരുപക്ഷെ ശത്രു ഒന്നല്ല ഒരു കൂട്ടം ഡ്രോണുകൾ ഒന്നിച്ചയച്ചാലും അവയെല്ലാം നിഷ്പ്രയാസം തകർക്കാനും ഭാർഗവാസ്ത്രയ്ക്ക് കഴിയും. ഡ്രോണുകളെ നേരിട്ട് നശിപ്പിക്കാതെ തന്നെ അവയിലെ ആശയവിനിമയ സംവിധാനങ്ങൾ തടസ്സപ്പെടുത്തി നിർവീര്യമാക്കാനുള്ള സംവിധാനവും ഭാർഗവാസ്ത്രയിലുണ്ട്. പാക് ചൈനീസ് അതിർത്തികളിൽ നിലവിൽ ഇന്ത്യ നേരിടുന്ന പ്രധാന ഭീഷണികളിലൊന്ന് ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളാണ്. ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള നിരീക്ഷണത്തിനും ജനവാസ മേഖലകളിലേക്കുള്ള ആക്രമണത്തിനും എതിരാളികൾ ഡ്രോണുകൾ ഉപയോഗിച്ചേക്കാം.
ഓപ്പറേഷൻ സിന്ദൂറിൽ പകച്ച പാകിസ്ഥാൻ അവരുടെ പ്രത്യാക്രമണമായി ഇന്ത്യയിലേക്ക് തൊടുത്തുവിട്ടവയിലേറെയും ഡ്രോണുകളായിരുന്നു. അതെല്ലാം നിഷ്പ്രഭമാക്കിയത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനമായ S-400 സുദർശൻ ചക്രയാണ്. അതിർത്തിയിൽ വീണ്ടും ശത്രുരാജ്യത്തിന്റെ പ്രകോപനമുണ്ടായാൽ ചെറു ഡ്രോണുകളെ നേരിടാൻ ഇനി സുദർശൻ ചക്രയുടെ ആവശ്യമില്ല. ഭാർഗവാസ്ത്രയിലൂടെ വലിയ ചെലവില്ലാതെ തന്നെ ശത്രു ഡ്രോണുകൾ അടിച്ചിടാൻ ഇന്ത്യക്കാകും. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കായി രാജ്യം ചെലവഴിക്കുന്ന തുകയും ഇതുവഴി ഗണ്യമായി കുറയും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യൻ ആയുധങ്ങളുടെ പ്രകടനശേഷിയും സൈനിക ശക്തിയും മറ്റ് ലോകരാജ്യങ്ങളും തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. മെയ്ഡ് ഇൻ ഇന്ത്യ ഡ്രോൺ കില്ലർ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ഈ ആയുധശേഷിയിലെ പുതിയ വജ്രായുധം ശത്രുരാജ്യങ്ങൾക്ക് കൂടുതൽ നെഞ്ചിടിപ്പുണ്ടാക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങൾ ഇനി കൂടുതൽ കരുതിയിരിക്കണമെന്ന് സാരം. കരീബിയൻ കടലിന്റെ നീലത്തിളക്കത്തിന് താഴെ പതിറ്റാണ്ടുകളായി അമേരിക്കയുടെ കൺമുമ്പിൽ ഒരു വൻശക്തിയെ വെല്ലുവിളിച്ചുകൊണ്ട് തലയുയർത്തി നിൽക്കുന്ന ഒരു കൊച്ചു ദ്വീപുണ്ട്, ക്യൂബ. ശീതയുദ്ധത്തിന്റെ കനലുകൾ ഇന്നും കെടാതെ സൂക്ഷിക്കുന്ന ലോകത്തിലെ അവശേഷിക്കുന്ന ചില കമ്മ്യൂണിസ്റ്റ് കോട്ടകളിലൊന്ന്. എന്നാൽ 2026 എന്ന വർഷം ക്യൂബയുടെ ചരിത്ര പുസ്തകത്തിലെ അവസാനത്തെ ചുവപ്പൻ അധ്യായമായി മാറാൻ പോവുകയാണ്. വൈറ്റ് ഹൗസിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ്. വെനസ്വേലയ്ക്ക് പിന്നാലെ അടുത്ത ലക്ഷ്യം ക്യൂബയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ലെഗസി ഉറപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അത് മറ്റൊന്നുമല്ല, 1960കളിൽ ഇതിഹാസ തുല്യനായ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിക്ക് പോലും സാധിക്കാതെ പോയ ലക്ഷ്യം. ക്യൂബയിലെ കാസ്ട്രോ യുഗത്തിന് അന്ത്യം കുറിക്കുക എന്നത് നടപ്പിലാക്കാൻ ട്രംപ് ഒരുങ്ങിക്കഴിഞ്ഞു. അമേരിക്കൻ ജനാധിപത്യത്തിന്റെ മൂക്കിന് താഴെ മാർക്സിസ്റ്റ് സിദ്ധാന്തങ്ങൾ ഉരുവിടുന്ന ഈ ദ്വീപ് സമൂഹത്തെ എന്നേക്കുമായി മാറ്റിയെഴുതാനുള്ള ഒരു മാസ്റ്റർ പ്ലാനാണ് ഇപ്പോൾ അമേരിക്കയിൽ തയ്യാറാകുന്നത്. അടുത്തിടെ അമേരിക്കൻ പ്രത്യേക സേന നടത്തിയ അതീവ രഹസ്യമായ നീക്കത്തിലൂടെ വെനസ്വേലൻ ഭരണാധികാരി നിക്കോളാസ് മഡുറോയെ പുറത്താക്കിയത് ഒരു പരീക്ഷണമായിരുന്നു. ആ പരീക്ഷണം വിജയിച്ചതോടെ ട്രംപ് ഭരണകൂടം തങ്ങളുടെ അടുത്ത കരുനീക്കം ക്യൂബയിലേക്ക് തിരിച്ചുവിട്ടിരിക്കുകയാണ്. ലോകത്തിനു മുന്നിൽ ജനാധിപത്യം പ്രസംഗിക്കുന്ന അമേരിക്ക മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരത്തിനുമേൽ ഭരണമാറ്റം എന്ന ലക്ഷ്യത്തോടെ കടന്നു ചെല്ലുന്നു. പക്ഷേ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു അധിനിവേശമല്ല, മറിച്ച് ദശകങ്ങളായി നീളുന്ന ഒരു ശത്രുതയുടെ ബാക്കി പത്രമാണ്. 1960-ൽ കെന്നഡി പരാജയപ്പെട്ടയിടത്ത് തന്ത്രപരമായ നീക്കത്തിലൂടെ വിജയം വരിക്കാനാണ് ട്രംപിന്റെ പദ്ധതി. ക്യൂബയെ വീഴ്ത്താൻ ട്രംപ് തിരഞ്ഞെടുത്തത് നേരിട്ടുള്ള സൈനിക നടപടിയല്ല, മറിച്ച് ശ്വാസം മുട്ടിക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങളാണ്. പതിറ്റാണ്ടുകളായി ക്യൂബയുടെ നിലനിൽപ്പിന് ആധാരമായിരുന്ന വെനസ്വേലയുടെ എണ്ണസഹായം മഡുറോയുടെ പതനത്തോടെ ഇല്ലാതായിരിക്കുന്നു.
ഊർജ്ജ പിന്തുണ നിലച്ചതോടെ ക്യൂബൻ സമ്പദ്വ്യവസ്ഥ കൂടുതൽ തകർച്ചയിലേക്ക് കൂപ്പുകുത്തുകയാണ്. ഈ ബലഹീനത മുതലെടുത്ത് ഉപരോധങ്ങൾ കടുപ്പിക്കാനാണ് അമേരിക്കയുടെ നീക്കം. എണ്ണ സബ്സിഡികൾ നിർത്തലാക്കുക മാത്രമല്ല, ക്യൂബയുടെ അഭിമാനമായ വിദേശ മെഡിക്കൽ ദൗത്യങ്ങളെപ്പോലും ലക്ഷ്യം വെച്ച് വരുമാന മാർഗങ്ങൾ അടയ്ക്കുകയാണ് വൈറ്റ് ഹൌസ്. ക്യൂബയ്ക്കായുള്ള ട്രംപിന്റെ തന്ത്രം വളരെ വ്യക്തമാണ്. അവസാന നിമിഷം വരെ ചർച്ചകൾക്ക് വാതിൽ തുറന്നിടുക, എന്നാൽ വഴങ്ങിയില്ലെങ്കിൽ സർവനാശം ഉറപ്പാക്കുക. വളരെ വൈകാതെ ഒരു കരാറിൽ ഏർപ്പെടണമെന്ന് താൻ ആവശ്യപ്പെടുന്നു. ട്രംപിന്റെ ഈ സോഷ്യൽ മീഡിയ പോസ്റ്റ് ക്യൂബൻ പ്രസിഡന്റ് മിഗുവൽ ഡയസ് കാനലിനുള്ള അവസാന മുന്നറിയിപ്പാണ്. ഫിഡൽ കാസ്ട്രോയുടെയും സഹോദരൻ റൗൾ കാസ്ട്രോയുടെയും നേതൃത്വത്തിൽ പണിത കമ്മ്യൂണിസ്റ്റ് അടിത്തറ ക്യൂബയിൽ അത്ര വേഗത്തിൽ തകരുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. പതിറ്റാണ്ടുകളായി നീളുന്ന ഉപരോധങ്ങളെയും രാഷ്ട്രീയ ശത്രുതയെയും അതിജീവിച്ച ചരിത്രമാണ് ക്യൂബയുടേത്. ബരാക് ഒബാമയുടെ കാലത്ത് ചില ഇളവുകൾ ഉണ്ടായെങ്കിലും ട്രംപ് വന്നതോടെ കാര്യങ്ങൾ വീണ്ടും പഴയപടിയായി. കാര്യമായ ആഭ്യന്തര എതിർപ്പുകളില്ലാത്ത ഏകകക്ഷി ഭരണത്തിനു കീഴിലുള്ള ക്യൂബൻ സൈന്യം ട്രംപിന്റെ സമ്മർദ്ദത്തിനു മുന്നിൽ കീഴ്പ്പെടുമോ എന്നതാണ് ചോദ്യം. മിഗുവൽ ഡയസ് കാനൽ ബലപ്രയോഗത്തിലൂടെയുള്ള കീഴടങ്ങൽ നിരസിക്കുമ്പോഴും പട്ടിണിയിലായ ജനതയുടെ പ്രതിഷേധം ഒരു ഭരണമാറ്റത്തിന് വഴിമരുന്നിടുമോ എന്ന് ലോകം ഉറ്റുനോക്കുന്നു. രണ്ടായിരത്തി 2026 അവസാനമാകുമ്പോഴേക്കും ക്യൂബയുടെ ആകാശത്ത് സ്റ്റാർസ് ആൻഡ് സ്ട്രൈപ്സ് എന്ന അമേരിക്കൻ കൊടി തണൽ വിരിക്കുമോ, അതോ ചുവപ്പൻ താരം ഇനിയും ജ്വലിച്ചു നിൽക്കുമോ? സാമ്പത്തിക തകർച്ചയുടെയും അന്താരാഷ്ട്ര സമ്മർദ്ദത്തിൻ്റെയും നടുവിൽ നിൽക്കുന്ന ക്യൂബയ്ക്ക് ഇനി എത്ര നാൾ പിടിച്ചു നിൽക്കാനാകും? അമേരിക്കൻ പ്രതികാരവും കമ്മ്യൂണിസ്റ്റ് പിടിവാശിയും തമ്മിലുള്ള ഈ പോരാട്ടം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളതല്ല, മറിച്ച് രണ്ട് പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലുള്ള അവസാന യുദ്ധമാണ്. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്വ മോഹങ്ങളുമായി അമേരിക്ക വീണ്ടും പശ്ചിമേഷ്യയെ ലക്ഷ്യം വെക്കുകയാണ്. വെനസ്വേലയിൽ നിക്കോളസ് മഡൂറോയെ അട്ടിമറിച്ച അതേ കുതന്ത്രങ്ങൾ ഇറാനിലും പയറ്റാൻ ട്രംപ് ഭരണകൂടം തയ്യാറെടുക്കുന്നു. ഒരു സൈനിക ആക്രമണം ഉണ്ടാകില്ലെന്ന് പറയുമ്പോഴും ട്രംപ് ആയതുകൊണ്ട് എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഇത് കേവലം രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കമല്ല, മറിച്ച് ആഗോളാധിപത്യത്തിനു വേണ്ടി അമേരിക്ക നടത്തുന്ന ചതുരംഗ കളിയാണ്. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിൽ കാറ്റിനേക്കാൾ വേഗത്തിൽ ഒരു യുദ്ധഭീതി ഉടലെടുക്കുകയാണ്. വെനസ്വേലയെ സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ച് ഭരണമാറ്റം സാധ്യമാക്കിയ അതേ ലബോറട്ടറി പരീക്ഷണങ്ങൾ ഇപ്പോൾ ഇറാന്റെ മണ്ണിൽ പയറ്റാനാണ് അമേരിക്ക ഒരുങ്ങുന്നത്. ദശകങ്ങളായി ഇറാന്റെ ആത്മവീര്യത്തിന് മുന്നിൽ പതറിപ്പോയ അമേരിക്കൻ അധികാര കേന്ദ്രങ്ങൾ ഇപ്പോൾ ഉപരോധങ്ങൾക്കുമപ്പുറം നേരിട്ടുള്ള ഭീഷണികൾ നടത്തി മുട്ടുകുത്തിക്കാൻ ശ്രമിക്കുകയാണ്. വെനസ്വേലയിൽ മഡുറോയെ പുറത്താക്കാൻ അമേരിക്ക സ്വീകരിച്ച അതേ തന്ത്രങ്ങളാണ് ഇറാനിലും ആവർത്തിക്കപ്പെടുന്നത്. എണ്ണവ്യാപാരം പൂർണ്ണമായും തടയുക, അന്താരാഷ്ട്ര സാമ്പത്തിക ഇടപാടുകളിൽ നിന്ന് ഒറ്റപ്പെടുത്തുക, ജനങ്ങളെ പട്ടിണിക്കിട്ട് ഭരണകൂടത്തിനെതിരെ തിരിക്കുക. ഇതാണ് ട്രംപിന്റെ പുതിയ പ്ലാൻ. വെനസ്വേലയുടെ എണ്ണ സമ്പത്തിനെ തകർത്ത് ആ രാജ്യത്തെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിയിട്ടതുപോലെ ഇറാന്റെ ഊർജ്ജ മേഖലയെ ലക്ഷ്യം വെച്ചാണ് പുതിയ ആക്രമണങ്ങൾ.
വിതരണ ശൃംഖലകളും തുറമുഖങ്ങളും തകർക്കുന്നതിലൂടെ അവിടുത്തെ സാധാരണ ജനജീവിതം നിലവിലെ അവസ്ഥയേക്കാൾ കൂടുതൽ ദുസ്സഹമാക്കാനാണ് അമേരിക്കൻ നീക്കം. എന്നാൽ പടിഞ്ഞാറൻ ഉപരോധങ്ങളെ സ്വന്തം വികാസത്തിനുള്ള ഇന്ധനമാക്കി മാറ്റിയ ചരിത്രമാണ് ഇറാന്റേത്. അമേരിക്ക ഏർപ്പെടുത്തുന്ന ഓരോ ഉപരോധവും ഇറാന്റെ ആഭ്യന്തര ഉൽപാദനക്ഷമതയും തദ്ദേശീയ സാങ്കേതിക വിദ്യയും വർദ്ധിപ്പിക്കാൻ മാത്രമാണ് സഹായിച്ചിട്ടുള്ളത്. പക്ഷേ ഇറാനിലെ ഇപ്പോഴത്തെ പ്രതിസന്ധികൾ മുൻകാലങ്ങളിലേതുപോലെ അല്ല എന്നതും അമേരിക്കയെ കൂടുതൽ സഹായിക്കും. മിസൈലുകൾക്കും ആയുധങ്ങൾക്കും അപ്പുറം ഇന്ന് ലോകം ഭയക്കുന്നത് ഇറാന്റെ സൈബർ കരുത്തിനെയാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ പവർ ഗ്രിഡുകളും ബാങ്കിംഗ് സംവിധാനങ്ങളും ഏത് നിമിഷവും തകർക്കാൻ ശേഷിയുള്ള വൈപ്പർ മാൽവെയറുകൾ ഇറാന്റെ പക്കലുണ്ടെന്ന തിരിച്ചറിവ് അമേരിക്കയെ ഭയപ്പെടുത്തുന്നുണ്ട്. അമേരിക്കൻ നിർമ്മിത പാട്രിയറ്റ് മിസൈലുകളെ പോലും നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ള സാങ്കേതിക വിദ്യ ഇറാൻ വികസിപ്പിച്ചത് ഉപരോധങ്ങളുടെ കനൽച്ചൂളയിൽ വെന്തുകൊണ്ടാണ്. വെനസ്വേലയിൽ വിജയിച്ച അതേ കുതന്ത്രങ്ങൾ കൊണ്ട് ഇറാനെ വീഴ്ത്താമെന്ന് അമേരിക്ക കരുതുന്നില്ല. പശ്ചിമേഷ്യയുടെ ഹൃദയമിടിപ്പ് ഇറാന്റെ വിപ്ലവ വീര്യത്തിനൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ ചരിത്രം മാറ്റിയെഴുതാനാകുമോ എന്നതും കണ്ടറിയണം. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു അതിജീവനമല്ല, മറിച്ച് പാശ്ചാത്യ ശക്തികളോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമാണ്. ഗാസയിലും യമനിലും അമേരിക്ക നടത്തുന്ന ഇരട്ടത്താപ്പുകൾക്കെതിരെ ലോകത്തിനു മുന്നിൽ ശബ്ദമുയർത്തുന്ന ഏക ശക്തിയായി ഇറാൻ മാറിക്കഴിഞ്ഞു. അമേരിക്കൻ ഉപരോധങ്ങൾ ഇറാന്റെ സാമ്പത്തിക മേഖലയെ ഉലയ്ക്കുന്നുണ്ട് എങ്കിലും റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള ശക്തികളുമായി ചേർന്ന് ഇറാൻ നടത്തുന്ന പുതിയ നയതന്ത്ര നീക്കങ്ങൾ ഒരു പരിധിവരെ ലക്ഷ്യം കാണുന്നുമുണ്ട്. അപ്പോഴും സ്വന്തം മണ്ണിൽ തുടരുന്ന കലാപമടക്കാൻ കഴിയുന്നില്ല എന്നത് ഭരണകൂടത്തിന്റെ പാളിച്ചയാണ്. 2011 മാർച്ച് 11 പസഫിക് സമുദ്രത്തിന്റെ അടിത്തട്ടിലുണ്ടായ അതിശക്തമായ ഭൂകമ്പം ജപ്പാന്റെ തീരങ്ങളെ പിടിച്ചുലച്ചു. എന്നാൽ അതൊരു തുടക്കം മാത്രമായിരുന്നു. തൊട്ടുപിന്നാലെ ഏകദേശം 15 മീറ്റർ ഉയരത്തിൽ ആകാശത്തോളം പൊങ്ങിവന്ന സുനാമി ഫുകുഷിമ ഡൈച്ചി ആണവ നിലയത്തിന്റെ മതിലുകൾ തകർത്ത് അകത്തേക്ക് കുതിച്ചു. ആയിരങ്ങൾ മരിച്ചു വീണ ഫുകുഷിമ ദുരന്തത്തിന് പിന്നീട് ലോകം സാക്ഷ്യം വഹിച്ചു. ഇപ്പോഴിതാ 15 വർഷങ്ങൾക്ക് ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ ആണവ നിലയമായ കാഷിവാസാക്കി കരിവ പ്ലാന്റ് പുനരാരംഭിക്കുകയാണ് ജപ്പാൻ. എന്താണ് ജപ്പാൻ വീണ്ടും ലക്ഷ്യം വെക്കുന്നത്? ജപ്പാനെ മറ്റൊരു ദുരന്തമാണോ കാത്തിരിക്കുന്നത്? ഏകദേശം 400 ഹെക്ടർ വിസ്തൃതിയുള്ള ഈ വിശാലമായ പ്ലാന്റ് ജപ്പാൻ കടലിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. 2011 ഭൂകമ്പ സുനാമി ദുരന്തത്തിന് ശേഷം പ്ലാന്റ് അടച്ചുപൂട്ടിയതായിരുന്നു. ഫുകുഷിമ ഉരുകലിന് ശേഷം രാജ്യത്തെ എല്ലാ ആണവ നിലയങ്ങളും നിർത്തിവെച്ചതിനെ തുടർന്ന് ജപ്പാൻ ഫോസിൽ ഇന്ധന ഇറക്കുമതിയിൽ കൂടുതൽ ആശ്രിതമായി. ഈ പശ്ചാത്തലത്തിൽ ജപ്പാൻ ഇനി ആണവോർജം തിരിച്ചുപിടിക്കാനും ഊർജ്ജ സുരക്ഷ മെച്ചപ്പെടുത്താനുമുള്ള ശ്രമത്തിലാണ്. 2011 മുൻപ് ജപ്പാന്റെ വൈദ്യുതിയുടെ ഏകദേശം 1/3 ആണവോർജമായിരുന്നു. നിലവിൽ 11 റിയാക്ടറുകൾ കർശനമായ പുതിയ സുരക്ഷാ നിയമങ്ങൾ പാലിച്ച് വീണ്ടും പ്രവർത്തനത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. കരിവ നിലയത്തിലും വ്യാപകമായ നവീകരണങ്ങൾ നടക്കുന്നുണ്ട്. 15 മീറ്റർ ഉയരമുള്ള സുനാമി പ്രതിരോധ ഭിത്തി, ഉയർന്ന പ്രദേശങ്ങളിലെ പുതുക്കിയ ബാക്കപ്പ് പവർ സിസ്റ്റങ്ങൾ തുടങ്ങിയവ പ്രധാന മാറ്റങ്ങളാണ്. 2050ഓടെ കാർബൺ ന്യൂട്രൽ രാജ്യമാകാനും കൃത്രിമ ബുദ്ധി, ഡാറ്റാ സെന്റർ ആവശ്യങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വൈദ്യുതി ആവശ്യം നിറവേറ്റാനും ജപ്പാൻ സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. 2040ഓടെ രാജ്യത്തെ വൈദ്യുതിയിൽ ആണവോർജത്തിന്റെ വിഹിതം ഏകദേശം 20% ഉയർത്താനും ഊർജ്ജ പദ്ധതികൾ ശക്തിപ്പെടുത്താനുമാണ് നീക്കം.
അടിപതറിച്ചു കളഞ്ഞ ശക്തമായ ഭൂചലനം. തുടർന്ന് മരണത്തിന്റെ ദൂതുമായി അലറിപ്പാഞ്ഞെത്തിയ വമ്പൻ രാക്ഷസ തിരകൾ. ഇവയെല്ലാം ചേർന്നതായിരുന്നു ഫുകുഷിമ ദുരന്തം. 20,000-ഓളം പേരാണ് അന്നത്തെ സുനാമിയിലും ഭൂകമ്പത്തിലും മരിച്ചത്. 1986-ലുണ്ടായ ചെർണോബിലെ ആണവ ദുരന്തത്തിന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി അത് മാറി. ഭൂചലനത്തിന്റെ ഫലമായി കൂറ്റൻ സുനാമി തിരകൾ കടലിൽ ഉയർന്നു പൊങ്ങി. 33 അടി വരെ പൊക്കമുള്ളവയായിരുന്നു ഇവയിൽ ചിലത്. തുടർന്ന് ഇവ മണിക്കൂറിൽ 800 കിലോമീറ്റർ എന്ന വൻ വേഗത്തിൽ പുറപ്പെട്ടു. സെൻഡായി നഗരത്തിൽ വെള്ളപ്പൊക്കം ഇതുമൂലം ഉടലെടുത്തു. അവിടുത്തെ വിമാനത്താവളം കടൽ വെള്ളത്തിൽ മുങ്ങി. കരയുടെ 10 കിലോമീറ്ററോളം ഉള്ളിലേക്ക് തിരകളെത്തി. ഇവ തിരികെ കടലിലേക്ക് വലിഞ്ഞപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ വെള്ളത്തിനൊപ്പം കടലിലേക്ക് ഒഴുകിപ്പോയി. $1.54 ലക്ഷം പേരെയാണ് ആണവ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഒഴിപ്പിക്കേണ്ടി വന്നത്. സുനാമിയെ തുടർന്ന് നിലയത്തിൽ വെള്ളം കയറുകയും വൈദ്യുതി നിലയ്ക്കുകയും ചെയ്തുവെങ്കിലും പ്രതികൂല സാഹചര്യത്തിൽ ജീവൻ പണയം വെച്ച് റിയാക്ടർ തണുപ്പിക്കാൻ ജീവനക്കാർ മുന്നിട്ടിറങ്ങി. ഈ ദൗത്യത്തിനിടെ നിരവധി ജീവനക്കാർക്കാണ് ആണവ വികിരണമേറ്റത്. ഫുകുഷിമ 50 എന്ന് പേരിട്ട് വിശേഷിപ്പിക്കപ്പെട്ട 50 ജീവനക്കാരാണ് അപകടമുണ്ടായ ആണവ നിലയത്തിൽ ദിവസങ്ങളോളം തുടർന്ന് റിയാക്ടർ തണുപ്പിക്കാനുള്ള ദൗത്യത്തിലേർപ്പെട്ടത്. അന്നവർ ആ ദൗത്യത്തിൽ ഏർപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ടോക്കിയോ നഗരത്തിലെ മുഴുവൻ ജനങ്ങളെയും ഒരുപക്ഷെ ഒഴിപ്പിക്കേണ്ടി വരുമായിരുന്നുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഫുകുഷിമയിൽ സംഭവിച്ചത് സാധാരണ ഒരു സാങ്കേതിക തകരാറല്ലായിരുന്നു. 4 മുതൽ 6 ദിവസങ്ങൾക്കുള്ളിൽ അന്തരീക്ഷത്തിലേക്ക് വമിപ്പിച്ചത് ഏകദേശം 940 അളവിലുള്ള റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളായിരുന്നു. അന്താരാഷ്ട്ര ന്യൂക്ലിയർ ആൻഡ് റേഡിയോളജിക്കൽ ഇവന്റ് സ്കെയിലിൽ ഈ സംഭവത്തെ ഏറ്റവും മാരകമായ ലെവൽ 7 ദുരന്തമായാണ് തരംതിരിച്ചത്. ഫുകുഷിമ ദുരന്തത്തിൽ അന്ന് ആ ആണവ വിസ്ഫോടനവുമായി നേരിട്ട് ബന്ധപ്പെട്ട് ആരും മരിച്ചില്ല എന്നതാണ്. റേഡിയേഷൻ രോഗം മൂലം ആരും തൽക്ഷണം വീണില്ല. എന്നാൽ ആ അദൃശ്യ ശത്രുവിനെ ഭയന്ന് 1 ലക്ഷത്തിലധികം ആളുകളെയാണ് ആ പ്രദേശത്ത് നിന്നും ഒഴിപ്പിച്ചത്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും സ്വന്തം വീടുകളിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയാത്ത ആയിരങ്ങളുടെ കണ്ണുനീർ ഇന്നും ആ തീരങ്ങളിൽ അവശേഷിക്കുന്നുണ്ട്. ഫുകുഷിമ നൽകിയ പാഠം മറക്കാൻ ജപ്പാൻ ഒരിക്കലും കഴിയില്ല. എന്നാൽ 15 വർഷങ്ങൾക്കിപ്പുറം ലോകത്തിലെ ഏറ്റവും വലിയ ആണവ നിലയം പുനരാരംഭിക്കാൻ ജപ്പാൻ ഒരുങ്ങുമ്പോൾ അത് ആശങ്കയോടെയാണ് ലോകം നോക്കിക്കാണുന്നത്. പ്രകൃതിയുടെ മുമ്പിൽ മനുഷ്യൻ നിർമ്മിച്ച വൻമതിലുകൾ എത്രമാത്രം നിസ്സാരമാണെന്ന് ഫുകുഷിമ നമ്മെ ഓർമ്മിപ്പിച്ചു. എങ്കിലും ആ ചാരത്തിൽ നിന്ന് വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനാണ് ജപ്പാന്റെ ശ്രമം. സുരക്ഷയുടെ പുതിയ കവചങ്ങൾ ആ വിനാശകാരിയായ ഊർജത്തെ മെരുക്കാൻ ജപ്പാനെ സഹായിക്കുമോ, അതോ ചരിത്രം വീണ്ടും ആവർത്തിക്കുമോ? കാത്തിരുന്ന് കാണണം. ലോകത്തെ സ്വന്തം വരുതിയിലാക്കാൻ ഏത് തന്ത്രവും പയറ്റുന്ന ഭരണാധികാരികൾ, അതിലെല്ലാം മുൻപന്തിയിൽ സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് തന്നെ. അധികാരം പിടിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് ദിനംപ്രതി അദ്ദേഹം തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. മാറ്റങ്ങൾ അനിവാര്യമാണ്, പക്ഷേ അത് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിലാണ് എങ്കിൽ നല്ലത്. പുതിയ മാറ്റങ്ങളോടെ അടുത്ത വാരം വീണ്ടും കാണാം. MG മിഥുൻ സൈനിങ് ഓഫ്.